നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റ്, അത് ആ ബോംബ് ബ്ലാസ്റ്റിൻ്റെ തീവ്രത കൊണ്ടല്ല, എന്നാൽ ഇന്നും ടെററിസം, തീവ്രവാദം അത് എത്രയധികം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ വലിയ ഞെട്ടലുളവാക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ബോംബ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായത് പൂർണ്ണമായിട്ടും സംഘടിപ്പിക്കപ്പെട്ട ഒരു എക്സ്പ്ലോസീവിൽ നിന്ന് അല്ലായിരുന്നു എന്നാണ് നമുക്ക് വാർത്തകളിലൂടെയൊക്കെ അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ തീവ്രത കുറവായിരുന്നു. 12 പേരുടെ ജീവൻ അപഹരിച്ചു, അനേകർക്ക് പരിക്കേറ്റു. അപ്പോൾ തന്നെ ആ ബ്ലാസ്റ്റ് വളരെ തീവ്രത കുറഞ്ഞ ബ്ലാസ്റ്റായിരുന്നു എന്ന് വാദിക്കുമ്പോൾ തന്നെ അത് പരക്കെ ഉണ്ടാക്കിയ ഒരു ഇസ്ലാമോഫോബിയയുടെ വർധനവുണ്ട്. മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ഇസ്ലാമോഫോബിയ, അതായത് ഈ താടി വെച്ചവരോടുള്ള പേടി, അത് വർദ്ധിച്ചു വരികയാണ്. ഞാനും ഒരു താടിക്കാരനാണ്. അത് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് പറയണം, കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഈ താടിയും വെച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ അല്പം പേടി തോന്നിയ ഒരു സമയമുണ്ട്. താടിക്കാരനെ കണ്ടാൽ ആക്രമിക്കുമോ, ജയ് ശ്രീരാം വിളിക്കുവാൻ നിർബന്ധിക്കുമോ എന്ന ഭയമൊക്കെ അന്ന് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു. അപ്പോൾ ഇസ്ലാമോഫോബിയ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്ന പാഠഭേദങ്ങളിലും മറ്റ് ന്യൂസുകളിലുമൊക്കെ ഈ ഇസ്ലാമോഫോബിയ, ലവ് ജിഹാദ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അനുഭാവപൂർവമാകുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ലവ് ജിഹാദൊക്കെ മാധ്യമങ്ങളുടെ തൽപരകക്ഷികളുടെ സൃഷ്ടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭാവനയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകചരിത്രത്തിൻ്റെ ആരംഭം മുതൽ സ്ത്രീയും പുരുഷനും മതവും ജാതിയും നോക്കാതെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ, തീവ്രവാദത്തിന് മതമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ എൻ്റെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡൽഹി ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഭയം, ഇസ്ലാമോഫോബിയ എൻ്റെ ഉള്ളിലും ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്നെ കുറ്റം പറവാൻ കഴിയുകയില്ല. പണ്ടങ്ങനെ ഇല്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ വീഡിയോകൾ കേട്ടിട്ടുള്ളവർക്കറിയാം. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു ഭയം ഉള്ളിലുണ്ടായിരിക്കുന്നു. തീവ്രവാദത്തിന് മതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു, തീവ്രവാദികൾക്ക് മതത്തിൻ്റെ ഭ്രാന്തൻ ചിന്തകളുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവരെ ഇത്തരം കിരാതത്വം പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ മതചിന്തകളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിന് മതമില്ലെങ്കിലും തീവ്രവാദികൾക്ക് മതമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്രാവശ്യത്തെ ഈ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പിന്നിൽ പ്രതികളായി സസ്പെക്ട്സ്, സംശയിക്കപ്പെടുന്നവർ, അവരിൽ 6 പേര് ഡോക്ടേഴ്സാണെന്നുള്ളതാണ്. തൂവള്ള കുപ്പായമൊക്കെ ഇട്ട് സമാധാനത്തിൻ്റെ ദൂതുവാഹകരെ പോലെ നമ്മൾ കാണുന്ന ഡോക്ടേഴ്സ്, ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തവരാണവർ. അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലുവാൻ പ്രചോദിപ്പിക്കുന്ന തീവ്രവാദ ചിന്തകൾക്ക് അടിമയാകുവാൻ കഴിയുന്നത്? അതാണ് മതഭ്രാന്തെന്ന് പറയുന്നത്. തീവ്രവാദത്തിന് മതമില്ലെങ്കിലും തീവ്രവാദികൾക്ക് ഭ്രാന്തമായ മത ആശയങ്ങളുണ്ട്. ഡൽഹിക്കടുത്ത് ബ്ലാസ്റ്റ് നടന്നിടത്തുനിന്ന് 10-45 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധത്തിലുള്ള ചില ഡോക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആയെന്ന് കേട്ടപ്പോൾ സത്യം പറയാമല്ലോ, ഇല്ലാത്ത ഒരു ഇസ്ലാമോഫോബിയ അകത്തേക്ക് കയറി വരുന്നത് പോലെ. എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, പണ്ടെനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഒത്തിരി നല്ല ആൾക്കാരുടെ ഇടയിൽ ചില മോശം ആൾക്കാരുടെ പ്രവർത്തികളാണ് നല്ലവരുടെ പേര് പോലും മോശമാക്കുന്നത് എന്ന് നമ്മളൊക്കെ പറഞ്ഞാശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുകയാണ്, സത്യമാണ്, ചില മോശം ആൾക്കാരാകാം,
പക്ഷേ ആ മോശം ആൾക്കാർ അവർ തൂവള്ള വസ്ത്രം ധരിച്ച ഡോക്ടർമാരെ പോലെ ഉള്ളവരാകുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? അതായത് മനുഷ്യജീവനെ രക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തവർ കിരാതമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിരാതന്മാരും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യത്തില്ല. കാട്ടാളത്തം എന്ന് പറയാൻ പറ്റില്ല. കാട്ടാളന്മാർ നമ്മളോട് പിണങ്ങും. കാട്ടിലുള്ളവരെന്ന അവർ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും? പൈശാചികമെന്ന പദമായിരിക്കും കൂടുതൽ യോജിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം പൈശാചികമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ മതഭ്രാന്ത് എന്നല്ലാതെ എന്താ പറയാനുള്ളത്? ഇവിടെ എനിക്ക് ഒരു അഭിപ്രായം കൂടെ പറയാനുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന മതസമുദായത്തിന് ഇത്തരം പ്രവൃത്തികളെ ശക്തമായി അപലപിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് ഉദാഹരണത്തിന് ക്രിസ്തീയ മതത്തിൽ നിന്ന് കുറേ തീവ്രവാദികൾ പുറത്തു വന്നാൽ തീവ്രവാദം അത് തെറ്റാണെന്നും മനുഷ്യനെ കൊല്ലുവാൻ മതം അനുവദിക്കുന്നില്ലെന്നും അങ്ങനെ മനുഷ്യനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസം പ്രചരിപ്പിക്കുകയല്ല, അവൻ നേരിട്ട് നരകത്തിൽ പോകും എന്നും മതത്തിൻ്റെ മേലധികാരികൾ പള്ളികളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഈ തീവ്രവാദ ചിന്ത ഇവരുടെ ഹൃദയങ്ങളിൽ വരുമോ? അതല്ലേ ശരിക്കും ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ ഈ നല്ലവരായ ഭൂരിപക്ഷത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഒരു പുതിയ ആശയം തോന്നുന്നത്. ഈ നല്ലവരായ ഭൂരിപക്ഷം അവരുടെ മൗനവും അവർ അടങ്ങിയിരിക്കുന്നതുമാണ് അവരുടെ ഇടയിൽ നിന്ന് തീവ്രവാദികളായ ന്യൂനപക്ഷം എഴുന്നേൽക്കുവാൻ കാരണം. നല്ലവരായ ഭൂരിപക്ഷം സംസാരിക്കുവാൻ തുടങ്ങണം, തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ തുടങ്ങണം. സ്വസമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റാണെന്നും അത് മതത്തിനെതിരാണെന്നും, അത് ഏത് മതവുമാകട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഏത് മതവുമാകട്ടെ, ആ മതക്കാർ തന്നെ അതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ഇവിടെ തീവ്രവാദ പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മതക്കാരുമുണ്ട്. പക്ഷേ ആ മതത്തിൻ്റെ ഭൂരിപക്ഷം സമാധാനപ്രിയർ, അവർ മൗനമായിരിക്കുന്നു എന്ന തെറ്റാണ് അവർ ചെയ്യുന്നത്. ഇവിടെ മതപീഡനങ്ങൾ നടക്കുമ്പോൾ, ഒരു മതം മറ്റൊരു മതത്തെ പീഡിപ്പിക്കുമ്പോൾ ഏത് മതമാണ് ആ പീഡന പ്രവർത്തികൾക്ക് മുൻപിൽ നിൽക്കുന്നത്? ആ മതത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹം അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന്. പക്ഷെ അവർ മൗനമായിരിക്കുന്നു. അവർക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? അവരുടെ സ്വസമുദായത്തിലെ തീവ്രവാദ ആശയങ്ങളുള്ള ചെറുപ്പക്കാരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല? അതുകൊണ്ടല്ലേ ഇത്തരം പ്രവർത്തികൾ വർദ്ധിക്കുന്നത്? എല്ലാ തീവ്രവാദികൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടത്തിയവർക്കും ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഇങ്ങനെയുള്ള ഭയങ്ങൾ, ഫോബിയകൾ വർദ്ധിക്കണം, സമുദായങ്ങൾ തമ്മിലടിക്കണം. ഒരു സമുദായത്തിന് മറ്റൊരു സമുദായത്തെ ഭയമാകുമ്പോൾ ആ സമുദായത്തെ എലിമിനേറ്റ് ചെയ്യുവാനുള്ള ചിന്തകൾ അകത്തേക്ക് കുത്തിവെക്കണം. എന്നിട്ട് രാഷ്ട്രത്തിൽ കലഹമുണ്ടാകണം, തമ്മിലടി ഉണ്ടാകണം. ഇതൊക്കെയാണ് തീവ്രവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം ഉദ്ദേശിച്ച് പറയുകയില്ല. ഡൽഹി ബ്ലാസ്റ്റാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. പക്ഷേ ഡൽഹി ബ്ലാസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറ്റേത് വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ, സ്വസമുദായക്കാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തിന്മയാണ്, തെറ്റാണെന്നുള്ള ബോധ്യം കൊടുക്കുവാൻ. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹം ആക്രമിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരങ്ങളും സമാധാനപ്രിയരാണ്. അവർക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ചെയ്യുന്നത് തിന്മയാണെന്ന് പറയാൻ, ഇങ്ങനെ പാടില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവർ മൗനമായിരിക്കുന്നു. ഇവിടെ ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു വരുമ്പോൾ അത് സമുദായത്തിന് എത്ര വലിയ അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ശാന്തമായിരിക്കുന്ന, മൗനമായിരിക്കുന്ന, നല്ലവരെന്ന് നമ്മൾ വിളിക്കുന്ന, സമാധാനപ്രിയരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതായത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അവിടെ ഈ നല്ലവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.